നമസ്കാരം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ യോജിച്ച് പ്രക്ഷോഭം നടത്തണമെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരന് പാലക്കാട് നൽകിയ സ്വീകരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ സിമന്റ്സിലെ കെടുകാര്യസ്ഥത ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് LDF സർക്കാരാണെന്ന് PK ശശി MLA. CITU നേതൃത്വത്തിലുള്ള IT എംപ്ലോയീസ് യൂണിയന്റെ 4ാമത് ജില്ലാ സമ്മേളനം പാലക്കാട് നടത്തി. IT മേഖലയിലെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. BJP ആലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജന്മശതാബ്ദി ആഘോഷിച്ചു. ചിറ്റൂർ ചിത്രാഞ്ജലി തിയേറ്റർ നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. നവീകരണ പ്രവർത്തനം K കൃഷ്ണൻകുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ യോജിച്ച് പ്രക്ഷോഭം നടത്തണമെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ യോജിച്ച് പ്രക്ഷോഭം നടത്തണമെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ. തൊഴിൽ മേഖലയും തൊഴിലാളി മേഖലയും ശക്തിപ്പെടാതെ ഇന്ത്യക്ക് നിലനിൽക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ILO ഗവേണിംഗ് ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വേദികളിൽ തൊഴിലാളി പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ R ചന്ദ്രശേഖരന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്നത്തെ ധാരണയ്ക്കുണ്ടായിരുന്ന ശക്തി ഞാനിപ്പോൾ ആരെയും വിമർശിക്കാൻ കഴിയില്ല. ഇന്ത്യ തന്നെയാണ്. ഇവിടെ CPക്കാരുണ്ട്, INTUCക്കാരുണ്ട്. അവർക്കും കോൺഗ്രസ് ശക്തിപ്പെടുന്നതാണ്, അവർക്ക് ശക്തിപ്പെടാൻ നല്ലത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കോൺഗ്രസ് ജനാധിപത്യത്തിലും സെക്യുലറിസത്തിലും വിശ്വസിക്കുന്ന ഒരു കക്ഷിയാണ്. ജനാധിപത്യ കക്ഷികളെ ബഹുമാനിക്കുന്ന ഒരു കക്ഷിയാണ്. ഇന്ത്യയിലെ പൗരന്മാരെ ഒന്നിച്ചു കാണുന്ന ഒരു കക്ഷിയാണ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരെ ഏത് പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ആക്ഷേപിക്കാനുള്ള ധൈര്യവും ശക്തിയും കഴിവും ജനാധിപത്യ വികസനവും ഉണ്ടായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് ചിങ്ങനൂർ മനോജ് അധ്യക്ഷത വഹിച്ചു. VS വിജയരാഘവൻ പ്രശസ്തി പത്രം കൈമാറി. ഇടിമിന്നലേറ്റ് തീപിടിച്ച് നശിച്ച വീട് INTUC പുനർനിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽദാനം R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ A രാമസ്വാമി, ഗോപാലകൃഷ്ണൻ, വിജയൻ കുനിശ്ശേരി, TK അച്യുതൻ, കുമാരസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ സിമന്റ്സിനെ കെടുകാര്യസ്ഥത ഭരണത്തിൽ നിന്നും മോചിപ്പിച്ചത് LDF സർക്കാരാണെന്ന് PK ശശി MLA. മലബാർ സിമന്റ്സിനെ കെടുകാര്യസ്ഥത ഭരണത്തിൽ നിന്നും മോചിപ്പിച്ചത് ഇടതു സർക്കാരാണെന്ന് PK ശശി MLA. മലബാർ സിമന്റ്സ് എംപ്ലോയീസ് യൂണിയൻ CITU 33ാം വാർഷിക സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക മാത്രമല്ല, ഈ രാജ്യത്തിനാകെ മാതൃകയാകുന്ന രൂപത്തിൽ നമ്മുടെ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിനെ മുഴുവൻ, നമ്മുടെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെയാകെ മികച്ച നിലയിൽ ലാഭത്തിലേക്ക് കൊണ്ടുവരിക. എന്താ അതിൻ്റെ ലക്ഷ്യം? ഈ ഗവൺമെന്റ് മുറുകെ പിടിക്കുന്ന നയം കേന്ദ്ര ഗവൺമെന്റിന്റെ നവ ഉദാരവൽക്കരണ നയമല്ല, സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയമല്ല. പൊതുമേഖലയെ വേണ്ട, പൊതുമേഖല മുഴുവൻ നഷ്ടത്തിലാകും, അതൊക്കെ ഗവൺമെന്റിന് വലിയ ബാധ്യതയാണ് എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അതല്ല യാഥാർത്ഥ്യം, അതല്ല ശരി. പൊതുമേഖലയെ ലാഭത്തിലാക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുക്കുന്നത് വഴി ആഗോളവൽക്കരണ നയത്തിനെതിരായുള്ള സമരത്തിന്റെ ഒരു പുതിയ മുഖമാണ് ജനാധിപത്യ കേരളം തുറക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. യൂണിയൻ പ്രസിഡന്റ് SB രാജു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി നാഗരാജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. M ഉണ്ണികൃഷ്ണൻ, VA ജയകുമാർ, R ഹരിദാസ്, CPM വാളയാർ ലോക്കൽ സെക്രട്ടറി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അയിലൂർ തെക്കേത്തറ ചാലഞ്ചേഴ്സ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് KC ചെന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു. K കണ്ണനുണ്ണി, ഡോക്ടർ അനൂപ് കുമാർ, M സുനിൽകുമാർ, നിധിൻ എന്നിവർ പ്രസംഗിച്ചു. ASAPന്റെ നേതൃത്വത്തിൽ പാലക്കാട് യുവകിരണം 2017 സംഘടിപ്പിച്ചു.
വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം ഉയർത്തുന്നതിനും വ്യക്തിത്വ വികസനം വർദ്ധിപ്പിക്കുന്നതിനുമായി അസാപ്പിന്റെ ആഭിമുഖ്യത്തിൽ യുവകിരണം 2017 സംഘടിപ്പിച്ചു. പാലക്കാട് ബിഗ് ബസാർ HSS സംഘടിപ്പിച്ച യുവകിരണം 2017 ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. ആംസ്റ്റർഡാം എന്ന് പറയുന്ന സ്ഥലത്ത് മലയാളിയായ വേണു രാജാമണിയാണ് അവിടുത്തെ ഇപ്പോൾ അംബാസഡറായി പ്രവർത്തിക്കുന്നത്. അവിടെ പാലക്കാട് വടക്കന്തറയുടെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റുള്ള ഒരു കുളത്തിന്റെ സൈഡിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം 34 വർഷമായിട്ട് അവിടെ സെറ്റിലായിട്ടുള്ള ഒരു കുടുംബമാണ്. ഒരു പ്രൊഫസറും തൃശ്ശൂർക്കാരിയായ തിരുവനന്തപുരത്ത് സെറ്റിലായ അദ്ദേഹത്തിന്റെ ഭാര്യയും ഏതാണ്ട് 34-35 വർഷമായി ആംസ്റ്റർഡാമിൽ സെറ്റിലായിരിക്കുക. ജില്ലാ പ്രോഗ്രാം ഓഫീസർ സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ സാജിദ ഫാഹിം, പ്രിൻസിപ്പൽ ടെനിസൺ ഹെർമൻ, PTA പ്രസിഡന്റ് പ്രിയ, PTA വൈസ് പ്രസിഡന്റ് യാസിർ അലി ഖാൻ, ഷാഹില പർവീൻ, H. ഷീജ തുടങ്ങിയവർ സംബന്ധിച്ചു. CITU നേതൃത്വത്തിലുള്ള IT എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം പാലക്കാട് സംഘടിപ്പിച്ചു. IT മേഖലയിലെ ജീവനക്കാർക്ക് മിനിമം വേതനവും ജോലി സ്ഥിരതയും ഉറപ്പാക്കണമെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് യൂണിയൻ CITU 4ാം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഇടക്കാലങ്ങളിൽ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് ഉള്ളിലെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖല എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിലുള്ള വിദ്യാർത്ഥികൾ ഏറെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ കണ്ടെത്തുന്ന മേഖലയായി മാറിയതും ഈ കമ്പ്യൂട്ടർ പഠനവും IT മേഖലയുമാണ്. ജില്ലാ പ്രസിഡന്റ് K. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. VT ശോഭന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PK ശശി MLA, ജില്ലാ സെക്രട്ടറി M. ഹംസ, TK അച്യുതൻ, സീനത്ത്, രതി, M. ഹരിദാസ്, ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. BJP ആലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജന്മശതാബ്ദി ആഘോഷിച്ചു. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ആഘോഷ പരിപാടി BJP ജില്ലാ ജനറൽ സെക്രട്ടറി KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ആദ്യ കാലഘട്ടത്തിലെ സഖാക്കന്മാര് ആ വിശുദ്ധിയും ലാളിത്യവും ജീവിതത്തിൽ അവർ അനുവർത്തിച്ചിരുന്നു. ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കണ്ട കാര്യം ഞാൻ പറഞ്ഞത് മാത്രം. പക്ഷെ ഇന്നതില്ല. പക്ഷെ എല്ലാവർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന തികഞ്ഞ ലാളിത്യബോധവും പ്രവർത്തനത്തിലും അത് പുലർത്തിയിട്ട് ഇത്രയും വിശാലമായ ഒരു ആദർശത്തെ, പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ഭാരതീയ ജനസംഘത്തെ ഇന്ന് കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് പറയുന്നത് ദീനദയാൽജി തന്നെയാണ്. BJP മണ്ഡലം പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി MK ലോകനാഥൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി B. ഷിബു എന്നിവർ പ്രസംഗിച്ചു. K. കാർത്തികേയൻ സ്വാഗതവും S. അരുൺകുമാർ നന്ദിയും പറഞ്ഞു. പാലക്കാട് ചന്ദ്രനഗർ ഭാരതീയ വിദ്യാനികേതൻ നേതൃത്വത്തിൽ ജില്ലാതല യോഗ, ചെസ്, കാരംസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചന്ദ്രനഗർ ഭാരതീയ വിദ്യാനികേതനിൽ ജില്ലാതല യോഗ, ചെസ്, കാരംസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ഇനങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരം മലപ്പുറം ഗവൺമെന്റ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ശോഭനകുമാരി ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. വിദ്യാനികേതൻ സെക്രട്ടറി P. ബേബി അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ശ്രീനാഥ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. R. കാഞ്ചന, ഗണേഷ് കുമാർ, KC കൃഷ്ണൻ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റൂർ ചിത്രാഞ്ജലി തിയേറ്റർ നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. നവീകരണ പ്രവർത്തനം K. കൃഷ്ണൻകുട്ടി MLA ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നവീകരണ പ്രവർത്തനം K. കൃഷ്ണൻകുട്ടി MLA ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ചിറ്റൂരിലെ ജനങ്ങളെ സിനിമയുടെ ആസ്വാദന ലോകത്തേക്ക് ആകർഷിക്കാൻ നവീകരിക്കുന്ന ചിത്രാഞ്ജലി തിയേറ്ററിന് കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K. കൃഷ്ണൻകുട്ടി MLA പറഞ്ഞു. നിലവിലെ തിയേറ്റർ 2 എണ്ണമാക്കി ആധുനിക സംവിധാനം ഒരുക്കുന്നതോടെ സിനിമ ആസ്വാദകർക്ക് പുതിയ ദൃശ്യാനുഭവം ലഭിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ K. കൃഷ്ണൻകുട്ടി MLA പറഞ്ഞു. പുതിയ പടം വരുന്നത് ഇവിടെ തന്നെ വരും. അതുമാത്രമല്ല, ഈ തിയേറ്ററിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് ഞാൻ MP വിശദീകരിക്കുന്നതാണ് വിചാരിച്ചത്. വളരെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്നാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയുള്ളതാണ്. വേറെ നല്ല സബ്ജക്റ്റാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായി പറയാനാണ്. ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. എന്നാലും നല്ല രീതിയിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം പ്രായമായ ആളുകൾക്കും ഇത് കാണാനും സൗകര്യം ഒരുക്കി തന്നത് നമ്മുടെ വകുപ്പ് മന്ത്രിയോടും ഫിലിം കോർപ്പറേഷനിലെ ചെയർമാനോടും ഇന്ത്യയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക.
ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരി അധ്യക്ഷയായി. KSFDC ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ ദീപ ഡി നായർ, ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ തിരുവെങ്കിടം പി ജയബാലമേനോൻ, M ശിവകുമാർ, M ശശിധരൻ, V പുഷ്പാങ്കദൻ എന്നിവർ പ്രസംഗിച്ചു. കാലവർഷം കനക്കുന്നില്ല. ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തെ കാർഷിക മേഖലയുടെ താളം തെറ്റുന്നു. കാലവർഷം തുടങ്ങിയിട്ട് 1.5 മാസക്കാലമായി. കേരളത്തിലെ കാലവർഷം പെയ്തൊഴിയേണ്ട കാലമായി. ഇടവപ്പാതിയും തിരുവാതിര ഞാറ്റുവേലയും പുണർദം ഞാറ്റുവേലയും പൂയം ഞാറ്റുവേലയും തിമിർത്ത് പെയ്യേണ്ട കാലമായിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട മഴയും മഴയേക്കാൾ ശക്തമായ വെയിലുമാണ് പ്രധാന ഞാറ്റുവേലകളെല്ലാം കടന്നുപോയത്. ചാറ്റൽ മഴയും കറുത്തിരുണ്ട മഴമേഘങ്ങളും മാത്രമായിരുന്നു പെരുമഴക്കാലത്ത് അനുഭവപ്പെട്ടത്. നെൽവയലുകളും കുളങ്ങളും കിണറുകളും ഡാമുകളുമെല്ലാം ജലസമൃദ്ധമാകേണ്ട ശക്തമായ മഴക്കാലം കഴിഞ്ഞു. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസങ്ങളിലാണ് പരമ്പരാഗത വിശ്വാസപ്രകാരം ഇനി ശക്തമായ മഴ പെയ്യുവാൻ സാധ്യത. മഴ കുറഞ്ഞത് ഏറെ ദോഷകരമായി ബാധിച്ചത് നെൽകൃഷി മേഖലയെയാണ്. പാടശേഖര സമിതിയിലേക്ക് 9 കർഷകരുണ്ട് ഇതുമാതിരി ബുദ്ധിമുട്ടുന്ന കർഷകർ. ഈ വിള ഇൻഷുറൻസ് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സർക്കാരും വിള ഇൻഷുറൻസും ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഇതാണ് ഞങ്ങളുടെ അപേക്ഷ. എത്ര ദിവസമായി ഇത്? 48 ദിവസമായി ഞാറ് ഡേഞ്ച് ചെയ്യേണ്ട അടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്ത് വെള്ളം കൂടി ഈ ഞാറ് വലിച്ച് നടാം, അല്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഞങ്ങളുടെ ബുദ്ധിമുട്ടായി. താഴെപ്പാത്ത പാടങ്ങളിൽ പൊടിവതിയാണത്. പൊടിവതിയിൽ കളനാശം വെച്ച് 3 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞു. അതും ഗംഭീരമായ നഷ്ടമാണ് ഇപ്രാവശ്യം. ഒന്നാം വിള ഇറക്കാൻ പൊടിവിതം നടത്താൻ കഴിയാത്ത വയലുകളിൽ വിളവിറക്കാൻ ഞാറ്റടി തയ്യാറാക്കി. ഞാറ്റടിക്ക് 40-50 ദിവസത്തെ വളർച്ചയെത്തി. 25 ദിവസത്തിനകം പറിച്ചുനടിയിൽ നടത്തിയാലേ നടിയിൽ ഗുണകരമാകൂ. ഏകദേശം 25 ദിവസം വൈകിട്ടും ഇനിയും പറിച്ചുനടിയിൽ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. വയലുകൾ ഉഴുതുമറിക്കാൻ വേണ്ട ജലം വയലുകളിൽ ഇല്ലാത്തത് പ്രയാസം ഉണ്ടാക്കുന്നു. ആവശ്യത്തിന് ജലമില്ലാതെ വയലുകൾ ഉഴുതുമറിച്ചാൽ നടിയിൽ ഗുണകരമാവില്ല. ഇത് വിളവിനെ ദോഷകരമായി ബാധിക്കും. ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തെ പ്രധാന നെൽകൃഷി മേഖലയായ കൊല്ലങ്കോട്, പാലക്കോട് പ്രദേശത്തെ 200 ഏക്കറോളം വയലുകളിൽ ഇനിയും നടിയിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് വയലുകളിൽ ജലം പമ്പ് ചെയ്ത് നടിയിൽ നടത്തി. എന്നാൽ പമ്പ് ചെയ്ത് ജലസേചനം നടത്തി നടിയിൽ നടത്താൻ കഴിയാത്ത കർഷകർ കഷ്ടത്തിലായി. ചുള്ളിയാർ ഡാമിൽ നിന്നാണ് പാലക്കോട് പാടശേഖരത്തിൽ ജലസേചനം നടത്തുന്നത്. ചുള്ളിയാർ ഡാമിലെ ജലനിരപ്പ് പരിതാപകരമാണ്. അതിനാൽ ഡാമിൽ നിന്നും ജലസേചനം നടത്താൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാവാതിരുന്നാൽ ഒന്നാം വിള നെൽകൃഷി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ജലം പമ്പ് ചെയ്ത് അധിക ചെലവിൽ വിളവിറക്കുകയോ ചെയ്യേണ്ട ദുരവസ്ഥയിലാണ് കൊല്ലങ്കോട്, പാലക്കോട് പാടശേഖരത്തിലെ കർഷകർ. കൊല്ലങ്കോട് പഞ്ചായത്തിലെ പാറക്കളം P കൃഷ്ണപിള്ള വായനശാല വായനാവാരത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വ ബോധവൽക്കരണ പരിപാടി, പരിസ്ഥിതി ശുചീകരണം, SSLC +2 പരീക്ഷയിലും മറ്റു മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ആദരിക്കൽ, ക്വിസ് മത്സരം, വിവിധ കലാമത്സരങ്ങൾ എന്നിവ നടത്തി. കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി കറുപ്പേഷ് ഉദ്ഘാടനം ചെയ്തു. K സത്യപാൽ അധ്യക്ഷത വഹിച്ചു. മോഹൻദാസ്, റസാഖ്, കുമാരൻ, രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചുകൃഷ്ണൻ സ്വാഗതവും ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കർക്കിടക സംക്രാന്തി തുടങ്ങി. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതിയെ കുടിയിരുത്തി ഭവനങ്ങളും ക്ഷേത്രങ്ങളും രാമായണ മാസത്തെ വരവേൽക്കാനൊരുങ്ങി. ഞായറാഴ്ച വൈകിട്ട് 4:30 കർക്കിടക സംക്രാന്തി ആരംഭിച്ചു. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രതീകമായ ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായ ശ്രീഭഗവതിയെ തറവാടുകളിലും ക്ഷേത്രങ്ങളിലും കുടിയിരുത്തി. ഇനി കർക്കിടക മാസത്തിൽ രാവിലെയും വൈകുന്നേരവും നിലവിളക്കിനു മുന്നിൽ രാമായണ പാരായണത്തിന്റെ ഭക്തിസാന്ദ്രമായ നാളുകൾ. വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി മാലിന്യങ്ങളും കുപ്പയും വീടിനു പുറത്താക്കി ചാണകം തളിച്ച് ചേട്ടാ ഭഗവതിയെ പുറത്ത്, ശ്രീഭഗവതിയെ അകത്ത് എന്നു പറഞ്ഞ് തറവാട്ടിലെ പ്രായം ചെന്ന സ്ത്രീ ചേട്ടനീക്കൽ എന്ന ആചാരച്ചടങ്ങ് നടത്തി ശ്രീഭഗവതിയെ നിലവിളക്കിനു മുന്നിൽ കുടിയിരുത്തും. ക്ഷേത്രങ്ങളും ശുചിയാക്കി രാമായണ മാസത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ക്ഷേത്രാങ്കണങ്ങളും രാമായണ പാരായണത്താൽ മുഖരിതമാകും. ക്ഷേത്രങ്ങളിൽ കർക്കിടക കഞ്ഞിപ്പാർച്ച കർക്കിടകം 1-ാം തീയതി തന്നെ തുടങ്ങാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. രാമായണ മാസത്തെ വരവേൽക്കാൻ UTVയും ഒരുങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ യോജിച്ച് പ്രക്ഷോഭം നടത്തണമെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ. INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരന് പാലക്കാട് നൽകിയ സ്വീകരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ സിമന്റ്സിലെ കെടുകാര്യസ്ഥത ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് LDF സർക്കാരാണെന്ന് PK ശശി MLA. CITU നേതൃത്വത്തിലുള്ള IT എംപ്ലോയീസ് യൂണിയന്റെ 4ാമത് ജില്ലാ സമ്മേളനം പാലക്കാട് നടത്തി.
IT മേഖലയിലെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. BJP ആലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജന്മശതാബ്ദി ആഘോഷിച്ചു. ചിറ്റൂർ ചിത്രാഞ്ജലി തിയേറ്റർ നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. നവീകരണ പ്രവർത്തനം K. കൃഷ്ണൻകുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.